യെസ്, നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സെക്ഷൻ 15 ആണ്, ബേസിസ് ഓഫ് ചാർജ്. ഓക്കെ, ഇപ്പൊ ഒരു സാലറിനെ കുറിച്ചാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഒരു സാലറി ഒരു പോയിട്ട് ഡ്യൂ ആവുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട സമയമാവുക, ഡ്യൂ ആവുന്നത് പേ ചെയ്യാന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഏത് ആദ്യം സംഭവിച്ചാലും ആ സമയത്ത് തന്നെ അയാൾക്ക് ടാക്സ് ഇസ് ഡ്യൂ, ടാക്സബിൾ ആണ്. ഓക്കെ, അത് പറഞ്ഞാല് ഇപ്പോ അയാളുടെ സാലറി ഡ്യൂ ആവുന്നത് August 28 വെക്കാം. പക്ഷെ അയാൾക്ക് ക്രെഡിറ്റ് ആയത് September 5 ബട്ട് August 28 തന്നെ എന്തായി, അത് ടാക്സബിൾ ആയി. ഓക്കെ, ടാക്സബിൾ സാലറി ഇൻക്ലൂഡ് ആക്കി. ഇനി അതേപോലെ ഇപ്പൊ നോക്കൂ, ഒരു ഓണമൊക്കെ ആണ് അല്ലെ. ഓണം എന്ന് പറയുന്ന സെലിബ്രേഷൻ ആണ്. അതൊരു August 28 വെക്കാം. August 28 ഓണം. ലെറ്റ് us assume അല്ലേ, സോറി, August 15 ഓണം എന്ന് വെക്കാം. ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ സാലറി പറയുന്നത് August 28 ഓക്കെ, ഡ്യൂ ആവുന്നത്. അപ്പൊ എന്താ ചില കമ്പനീസ് ഒക്കെ ഇങ്ങനെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആളുടെ സാലറി ആ ഫെസ്റ്റിവൽ സമയത്ത് അഡ്വാൻസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ പുള്ളിക്ക് സാലറി ഡ്യൂ ആവുന്ന August 28 ആണെങ്കിലും August 15 തന്നെ സാലറി കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അയാളുടെ ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ആവും. ഇതാണ് പറയുന്നത്. സാലറി ഈസ് ടാക്സബിൾ ഓൺ ഡ്യൂ ഓഫ് പെയ്ഡ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ഇനി ഇതിവിടെ August 28 ഡ്യൂ ആയി, September 5 കിട്ടിയുള്ളൂ. August 28 ഡ്യൂ ആയപ്പോൾ തന്നെ ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും September 5 ആഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ ഒരാളുടെ ഡ്യൂ ആവുന്ന 28 August 15 പേ ചെയ്തു, അപ്പൊ തന്നെ ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ August 28 ഡ്യൂ ആവുമ്പോൾ വീണ്ടും അത് ആഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇത് കൃത്യമായി മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എംപ്ലോയിയുടെ അക്കൗണ്ടിങ് മെത്തേഡ് എന്തോ ആയിക്കോട്ടെ, അയാൾ ക്യാഷ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, ക്രെഡിറ്റ് വന്നാലേ അക്കൗണ്ടിങ്, അതൊന്നും ഇവിടെ ബാധകമല്ല. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇപ്പൊ ഈ പറഞ്ഞൊരു മെത്തേഡാണ് ടാക്സബിൾ ഇൻകം കൺസിഡർ ചെയ്യുക. എംപ്ലോയിയുടെ അക്കൗണ്ടിങ് മെത്തേഡ് എന്തായാലും നമ്മുടെ മെത്തേഡ് ഇതാണ്. ഓക്കെ, ഇനി എവിടെയാണോ ഒരു സാലറി കിട്ടാൻ ആവശ്യമായിട്ടുള്ള സർവീസ് കൊടുക്കുന്നത് അവിടെ ദാറ്റ് പ്ലേസ് ഈസ് കൺസിഡർ ടു ബി, അവിടെയാണ് accrual of salary എന്ന് കൺസിഡർ ചെയ്യുന്നത്. That is, income under the head salaries is deemed to accrue or arise at the place where the service is rendered. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിൽ പറയാം. ദാറ്റ് ഈസ്, ഒരാളുടെ സാലറി അയാളുടെ സർവീസ് റെൻഡർ ചെയ്ത ഇന്ത്യയിലാണ്, പക്ഷെ പേ ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, it is pay അപ്പൊ അത് അക്രൂഡ് ഇൻ ഇന്ത്യ തന്നെയാണ് പറയാ. ചിലപ്പോൾ ഒരാളൊരു കോൺട്രാക്റ്റിൽ വന്നായിരിക്കും, ആ കോൺട്രാക്ട് കഴിഞ്ഞിട്ടായിരിക്കും സാലറി പേ ചെയ്യുന്നത്. അപ്പൊ കോൺട്രാക്റ്റിൽ ഇന്ത്യയിൽ പണിയെടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോയിട്ട് അവിടെ വേറെ പുറത്ത് പോയിട്ട് അയാൾക്ക് സാലറി ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇന്ത്യയിൽ ആണ് ഇത് അക്രൂ ആയിരുന്ന നമ്മളൊരു കണക്ക് ഡീം ടു അക്രൂ റിവേഴ്സ് ഇൻ ഇന്ത്യ എന്നാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ ഇന്ത്യയിൽ ഒരു സർവീസ് കൊടുത്തതിന് പെൻഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ പെൻഷൻ പുറത്താണ് കൊടുക്കുന്നത് വെച്ചാൽ എന്നാൽ പോലും അത് ആ പെൻഷൻ എമൗണ്ടും ഇറ്റ് ഈസ് കൺസ്യൂം ടു ബി അക്രൂ ഇൻ ഇന്ത്യ. ഓക്കെ, പെൻഷൻ കാരണം സർവീസ് കൊടുത്ത് ഇന്ത്യയിൽ കൊടുത്ത സർവീസിനാണ് റിട്ടയർ ആയിട്ട് പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ പെൻഷൻ ഔട്ട്സൈഡ് കൊടുക്കുകയാണെങ്കിലും സർവീസ് ഇന്ത്യയിലായിരുന്നെങ്കിൽ ദാറ്റ് ഈസ് ഡീം ടു അക്രൂ ഇൻ ഇന്ത്യ. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പേ ചെയ്യുന്നത് വയ്ക്കാം. ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പേ ചെയ്യുന്നതെങ്കിൽ ആ സർവീസ് ഇന്ത്യയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയാൽ മതി, റെസിഡന്റോ നോൺ റെസിഡന്റ് ആയാലും ബോത്ത്. അങ്ങനെയാണെങ്കിൽ അയാൾ എവിടുന്ന് ഏൺ ചെയ്തോട്ടെ, പക്ഷെ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പേ ചെയ്യുന്നെങ്കിൽ, ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റ് ആണ് സാലറി പേ ചെയ്യുന്നെങ്കിൽ ഹി ബിക്കംസ് ടാക്സബിൾ. ഇതിന്റെ ഒരു കൺക്ലൂഷൻ രീതിയിൽ നമുക്കൊരു ബോക്സിൽ തന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. ദാറ്റ് ഈസ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എംപ്ലോയർ എങ്കിൽ സർവീസ് എവിടെയായാലും സാലറി ടാക്സബിൾ ആണ്, അലവൻസ് ടാക്സബിൾ അല്ല. ഇനി നോൺ റെസിഡന്റ് ആണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണ് സർവീസ് റെൻഡർ ചെയ്തെങ്കിൽ അയാൾക്ക് ടാക്സബിൾ അല്ല.
നോൺ റെസിഡന്റ് ഓക്കെ ഓക്കെ. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് പേ ചെയ്യുന്നതെങ്കിൽ അപ്പൊ ടാക്സബിൾ ആണ്, അതാണ് പറഞ്ഞത്. ബട്ട് നോട്ട് കവേർഡ് ബൈ കേസ് 1 എന്ന് പറഞ്ഞു. ഇനി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എന്താണ്, എവിടെ സർവീസ് റെൻഡർ ചെയ്താണെങ്കിലും ഇറ്റ് ഈസ് ടാക്സബിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ദെൻ ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇത് ഒന്ന് തറവാക്കി വെക്കണം കേട്ടോ. ഈ സാധനങ്ങൾ നമുക്ക് എന്നാലും ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ കൂടുതൽ എളുപ്പമാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു ക്ലാസ് ഒക്കെ എടുത്തിരുന്ന് നിങ്ങൾ തറവാക്കി ഓരോ പാട്ട് തറവാക്കി പോകാനാണ്.